Good evening, ma'am. Good evening, ma'am. Good evening. Good evening. Good evening, ma'am. 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 Good evening. Good evening. Good evening, all. Okay, we can start. Yes, ma'am. Sir, who is going to do prayer? Miss Angela prayer. Tashrifa. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടതാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ഗുഡ് ഈവനിങ് മാം. Good evening, ma'am. Good evening. വേറൊരു പ്രെയർ ഇല്ലേ ആലംബഹീനർ അങ്ങനെ പറഞ്ഞിട്ടൊരു പ്രെയർ തസ്രീഫ് അതറിയൂ? അതേതാ എനിക്ക് നന്മരൂപിയായൊക്കെ അറിയാം. അതേതാ? അയ്യോ അതല്ല, ഖുറാനിലുള്ള ഒരു ഇത് മലയാളത്തിലേക്ക് ഇതല്ലേ ആലംബ് എന്താണ് ഒരു ഹിന്ദി ഉണ്ടല്ലോ ഹംകോ മൻകി പറഞ്ഞിട്ട്. അതല്ല, ഖുറാനിലുള്ള ഒരെണ്ണമില്ലേ? അതേതാ? കഴിഞ്ഞ ക്ലാസ്സില് കഴിഞ്ഞ ഏതോ 2 ബാച്ചില് ആ പ്രെയർ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര അതായിരുന്നാവല്ലേ? ആലംബഹീനരാം അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു, എനിക്കത് അതിന്റെ വേർഡ്സ് അറിയില്ല, പക്ഷെ അതെനിക്ക് കേട്ടാ ഫെമിലിയറാണ്. ഓക്കെ വേണ നോക്കട്ടെ. ഓക്കെ, സോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ലൈക്ക് യുവർ സൈൻ ഇൻ തോട്ട് ഓഫ് ദ ഡേ. ഞാനൊരു ഒരു സോങ് പറഞ്ഞു കഴിഞ്ഞാല് അത് ആക്ഷൻ സോങ് എനർജി കിട്ടി. യെസ്, ട്രൂ. ഒരു റിഫ്രഷിങ്. നമുക്ക് ഒരു ആക്ഷൻ സോങ് ഉണ്ട്, നെറ്റ്സ്ലി റൈമാണോ, ഭയങ്കര ഫേമസ് ആണ്. കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും. ഫുൾ ഓഫ് ആക്ഷൻസ് ആണ് അതിനകത്ത്. മറ്റേ ഇഫ് യു ഹാപ്പി ആൻഡ് യു നോ ക്ലാപ്പ് യുവർ ഹാൻഡ്സ് അറിയോ നിങ്ങക്ക്? ജസ്റ്റ് ഡു വൺ തിങ്, എല്ലാരും ഒന്ന് പ്രിപ്പയർ ചെയ്യും. എനിക്കറിയാം മിസ്സേ, എനിക്കറിയാം. കേട്ടിട്ടുണ്ട്. ഷെറിൻ അത് ചെയ്യാൻ പറ്റുമോ? വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? വീഡിയോ പാടിയാ മതിയാ. അത് പക്ഷെ വീഡിയോ തന്നെ കാണണം, പാടിയിട്ട് യാതൊരു കാര്യമില്ല. പാടും, സാരില്ല. നെക്സ്റ്റ് ഡേ വീഡിയോ ഓൺ ചെയ്ത് ചെയ്യും. പാടിയാ മതി. കുട്ടീസൊക്കെ കേട്ടോ, അതിനനുസരിച്ച് ആക്ഷൻ നിങ്ങളും കാണിച്ചു. യെസ് പ്ലീസ്. If you're happy and you know you clap your hands. If you're happy and you know you clap your hands. If you're happy and you know you really want to show. If you're happy and you know you clap your hands. If you're happy and you know you snap your fingers. If you're happy and you know you snap your fingers. If you're happy and you know you really want to show. If you're happy and you know you snap your fingers.
If you're happy and you know you stamp your feet. If you're happy and you know you stamp your feet. If you're happy and you know you want to really wants to show. If you're happy and you know you stamp your feet. If you're happy and you know you say hooray, hooray. If you're happy and you know you say hooray, hooray. If you're happy and you know you want to really wants to show. If you're happy and you know you say hooray, hooray. If you're happy and you know what do all three. Hooray. If you're happy and you know you do all three. Hooray. If you're happy and you know you want to really wants to show. If you're happy and you do all of this. Hooray. Thank you, ma'am. ഓക്കെ, വി ക്യാൻ ആഡ് മോർ ആക്ഷൻസ് അല്ലെ, ഇതിലേക്ക് കൂടുതൽ ആക്ഷൻസ്. ഇപ്പൊ ഇതിന്റെ ആക്ഷൻ ഓഡിയോ മാത്രം കേട്ടിട്ട് നിങ്ങൾക്ക് ഇത്രയും നമുക്കൊരു നല്ലൊരു ഫീല് വന്നു, എനർജി വന്നു. അപ്പൊ വീഡിയോ കൂടി ഉണ്ടെങ്കിലോ, വീഡിയോ ഓൺ ചെയ്ത് ജംബിയാനും ഇനിയുണ്ട് ഇത് ഇഷ്ടം പോലെ. ജംബിയാനുണ്ട്, പിന്നെ നോട്ട് യുവർ ഹെഡ്, അങ്ങനെ കുറെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിപ്പോ 4 ഞാൻ പഠിപ്പിച്ചു ഇന്റേൺഷിപ്പിന് പോയപ്പോ കുട്ടികൾക്ക് ഭയങ്കര കാണിക്കാൻ പറയായിരുന്നു. സോ ഇതെല്ലാരും ഒന്ന് പ്രാക്ടീസ് ചെയ്യാട്ടോ. ഇറ്റ്സ് വെരി വെരി ഗുഡ്, വെരി നൈസ്. നല്ലപോലെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റും, കുട്ടികളെ കൊണ്ട് നല്ലപോലെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റും. നന്നായിട്ടുണ്ടായിരുന്നു. മാം, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മാം, ഏതോ ഒരു വീഡിയോ ക്ലാസ്സിൽ മാം പറഞ്ഞിരുന്നു നമ്മളോടൊരു ആക്ഷൻ സോങ് റെക്കോർഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാനായിട്ട്. അത് ഞാൻ റെക്കോർഡ് ക്ലാസ് ആയിരുന്നു അത് കണ്ടിരുന്നത്. പിന്നെ ഞാൻ അതിനെ കുറിച്ച് ഒന്നും കണ്ടില്ല, മെസ്സേജ് നമ്പറും കണ്ടില്ല. അപ്പൊ എനിക്കിത് എന്താണെന്നൊരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സിൻഡാസ് സാറിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ ആയിരുന്നു, എല്ലാവരും പ്രിപ്പയർ ആയിട്ട് വെക്കണം, വീഡിയോ ഒക്കെ റെഡിയാക്കി വെക്കണം. സാർ ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യാം, വാട്സപ്പ്, അതിലേക്ക് ആ വീഡിയോ ഷെയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വീഡിയോ എല്ലാവരും റെഡിയാക്കി വെക്കാനാണ് എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. നമ്പർ ആവുമ്പോൾ സാർ അത് പ്രൊവൈഡ് ചെയ്തു തരും. ഓക്കെ, നിങ്ങൾക്ക് ഏത് സോങ്ങും മീൻസ് ഇംഗ്ലീഷ് ഏത് ആക്ഷൻ സോങ്ങും എടുക്കാം. 30 seconds ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത് അല്ലേ, ആണോ? അത് 1 minute? ലോങ് വീഡിയോ ടൈം അറിയില്ലായിരുന്നു. ഞാൻ സാറിനോട് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് അത് കറക്റ്റ് പറയാം. എല്ലാരും വീഡിയോ ഒക്കെ റെഡിയാക്കി വെച്ചു. ബട്ട് ഡ്യൂറിംഗ് ദ വൈവ ഞങ്ങൾ ഒരു ആക്ഷൻ സോങ് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡു. മാം, ഞാൻ ഇന്നലെ ഒരു സ്കൂളില് ടീച്ചിങ് പ്രാക്ടീസിന്റെ റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ടീച്ചേഴ്സിന്റെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ KGയുടെ ഒരു ടീച്ചർ ഈ മോണ്ടിസറി TTC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആള് വന്നു സംസാരിച്ചിരുന്നപ്പോ ഞങ്ങളുടെ ഏതാണ്ട് ഈ ഏരിയയിൽ തന്നെയാണ് അവരുടെ വീട്. അവര് ഓഫ്ലൈൻ ക്ലാസ് ആണ് പോകുന്നത്. അപ്പൊ അവര് ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാൻ വിളിച്ചപ്പോ അവരോട് ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ട് വിളിച്ചു. ഒരു പാട്ട് പാടാനാ പറഞ്ഞത്, പക്ഷെ അവര് ഷൈ ആയിട്ട് നിന്നു. എന്നിട്ട് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു നിന്നു. ലാസ്റ്റ് അവര് പ്രഷർ കൊടുത്തപ്പോ എന്തൊക്കെയോ ചെയ്തു എന്ന് ആൾ എന്നോട് പറഞ്ഞത്. ആൾക്ക് അതിനൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല ക്ലാസ് എടുക്കാൻ പറഞ്ഞപ്പോ. അത് കഴിഞ്ഞിട്ട് അവർക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ അത് എല്ലാവർക്കും ഒരു വേറെ ആയിക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പൊ അതിൽ ചോദിച്ചത് NEP NCP പറ്റിയ ചോദിച്ചത്. പക്ഷെ ഈ ഇവർക്ക് അതിനെ കുറിച്ച് ഒരു അറിവില്ല. എന്നിട്ട് കഴിഞ്ഞു വന്നിരുന്നിട്ട് എന്നോട് പറയാണ് NEP NCP ഒക്കെ ചോദിച്ചു, എനിക്ക് ഈ സംഭവം എന്താന്നേ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കുറച്ച് നമ്മുടെ എക്സാം പോളിസി അല്ലേ അത്? അല്ല, മറ്റേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഏതാണ്ട് അത് തന്നെ. അതന്നെ എഡ്യൂക്കേഷൻ പോളിസിയാണ്. അപ്പൊ അത് അവർക്ക് അതിന്റെ ഫുൾ ഫോം അറിയില്ല, എന്താ സംഭവം എന്ന് പോലും അറിയില്ല. അപ്പൊ നമ്മളെല്ലാവരും കുറച്ചൊരു ഇന്റർവ്യൂവിനായിട്ട് പോകണ്ടെങ്കിൽ കുറച്ച് ഇതിനെ കുറിച്ച് അവെയർ ആയിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അവരോട് ഇംഗ്ലീഷിലാണ് ഫുള്ള് ചോദിച്ചത്. കമ്മ്യൂണിക്കേഷൻ ഫുൾ ഇംഗ്ലീഷിലായിരുന്നു. പക്ഷെ അവര് എന്തൊക്കെയോ തട്ടിമുട്ടി ഇംഗ്ലീഷ് പറഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പൊ അവര് പറയണത് അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് അവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ പൊതുവെ ഇംഗ്ലീഷ് കുറവാണ്. അപ്പൊ നമുക്ക് കയറാനായിട്ട് എന്തെങ്കിലും ഇംഗ്ലീഷ് മതിയല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നത് തന്നെ. അപ്പൊ ഞാൻ ചെന്നപ്പോ
എനിക്ക് പരിചയമുള്ള ഒരു ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പൊ അവര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ, മാഡം സ്ട്രിക്റ്റ് ആണ് ഇംഗ്ലീഷിന്റെ കാര്യത്തിലെന്ന്. അപ്പൊ നമുക്ക് കുറച്ച് ലാംഗ്വേജ് ഉള്ള കാരണം ഞാൻ സംസാരിച്ചു. മാഡം ഫുള്ള് ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയായിരുന്നു. കാരണം ഞാനും തിരിച്ച് റിപ്ലൈ കൊടുത്തത് ഇംഗ്ലീഷിലായതുകൊണ്ട് അവര് ഇംഗ്ലീഷ് തന്നെയാണ് ഫുള്ള് എന്നോട് സംസാരിച്ചത്. അപ്പൊ അവർക്ക് ഇപ്പൊ ഒഴിവില്ല എന്ന് എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടി ക്ലാസ്സിലൊക്കെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അത് എനിക്ക് ഇന്നലെ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ നേരിട്ട് പോയി സംസാരിക്കണം. അപ്പൊ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോ അത് ഷെയർ ചെയ്യണം തോന്നി. കാരണം നമ്മൾ കുറച്ചും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന കാര്യമില്ല, പുറത്തുനിന്ന് നമുക്ക് കുറച്ചും കൂടി എഡ്യൂക്കേഷൻ പോളിസി എന്തൊക്കെയാന്നൊക്കെ നമ്മൾ കുറച്ചും കൂടി അവെയർ ആയിരുന്നാൽ നല്ലതായിരിക്കും. നമ്മുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഷൈ ആയിട്ട് ബാക്കിലേക്ക് മാറി നിന്നാൽ അത് ചിലപ്പോ നമ്മൾക്ക് ഇനി ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റിന് അത് തടസ്സമായിട്ട് വരും. അപ്പൊ അത് എപ്പോഴും മൈൻഡിൽ ഞാൻ സൈൻ ഇൻ ചെയ്യിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ അത് തന്നെയായിരുന്നു. പക്ഷേ ആരും സൈൻ ഇൻ ശരിയായ പ്രോപ്പർ വേയിൽ സൈൻ ഇൻ വരുന്നില്ല. വീഡിയോ ഓൺ ചെയ്ത് നമ്മൾ നമ്മളുടേതായ വിധത്തില് ഒരു എന്തെങ്കിലും ഒരു ടോണില് സൈൻ ഇൻ ചെയ്യണം. ഹോൾ ക്ലാസ്സിനെ വിഷ് ചെയ്ത് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ സൈൻ ചെയ്യണം. അപ്പൊ ഇത് ഈ ഷൈനസ് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജയദേവ് സാറിൽ നിന്നും ഒരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട്. ഹോൾ ദ മോണ്ടിസോറി ബാച്ച് വളരെ മെച്ചുവേർഡ് ആണെന്നാണ് പറയുന്നത്. അവർക്ക് ഒട്ടും വിഷമങ്ങളോ ടെൻഷൻസോ ബുദ്ധിമുട്ടുകളോ മോണ്ടിസോറി ട്രെയിനീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു കമന്റ് കിട്ടി ഇന്ന്. സോ ഐ എം വെരി ഹാപ്പി. ലൈക്ക് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഫസ്റ്റ് 2 ബാച്ചസ്, അതായത് നിങ്ങൾ വരെയുള്ള ബാച്ചിന് നമ്മളുടെ പേഴ്സണൽ നമ്പർ ഉണ്ടായിരുന്നു. പിന്നെ വന്ന ബാച്ചസിന് നമ്പർ ഷെയർ ചെയ്തിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ഒരു പേഴ്സണൽ ടൈം പ്രൈവസി അങ്ങനെ ഉദ്ദേശിച്ചത്. സാർ വിചാരിച്ചെന്ന് വെച്ചാൽ കുട്ടികൾ എപ്പോഴെപ്പോഴും നമ്മളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാവും, നമുക്ക് ഫാമിലി അങ്ങനെയൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എന്നോട് ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികളെല്ലാം നമ്പർ ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് തരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കോഴ്സ് തീരുമ്പോൾ ഞാൻ നമ്പർ തരാന്ന് പറഞ്ഞു. അപ്പൊ ഒരു നമ്പർ കിട്ടിയിട്ട് എന്താ കാര്യം മിസ് എന്നൊക്കെ അവരിങ്ങനെ ചോദിച്ചു. ഞാൻ സാറിനോട് പറഞ്ഞു പലർക്കും കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ ചെല്ലാനും പാരന്റ്സിന് വേണ്ടി ക്ലാസ് എടുക്കാൻ ചെല്ലാനും അങ്ങനെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേഴ്സണൽ പ്രോബ്ലം ഷെയർ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഞാൻ സാറിനോട് സംസാരിച്ചപ്പോൾ സാറൊന്നു ടീച്ചർക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്തോളൂ. ഞാൻ സാർ എനിക്ക് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ ക്ലാസ്സിലാണെന്ന സമയത്ത് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യില്ല, പക്ഷെ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഞാൻ അങ്ങനെ റിപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം സാർ പറഞ്ഞു കൊടുത്തോളൂ, കുഴപ്പമില്ല. അപ്പോഴാണ് സാർ പറഞ്ഞത് മോണ്ടിസോറി കുട്ടികൾ കുഴപ്പമില്ല, അവരെ നല്ല മെച്ചുവേർഡ് ആണ്, നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. വേറെ കോഴ്സസ് ഉണ്ട് അവിടെ നിന്നൊക്കെ അവർക്ക് ഭയങ്കര ഹെഡേക്സ് ഉണ്ടാവാറുണ്ട്. സോ ഒരു 10 ബാച്ച്, 10 എന്ന് പറഞ്ഞാൽ 9 ബാച്ചസ് ആണ്. 2 3 കൂടെ കമ്പൈൻഡ് ആയിട്ട് നിങ്ങളുടെ 3 വന്നതുകൊണ്ട് 9 ബാച്ചസ് പ്ലസ് MT10 എന്നാണ് പറയുന്നത്. അത്രയും ബാച്ചസ് ആയിട്ടുണ്ട് ഇപ്പോ. സോ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് നിങ്ങൾക്ക് കിട്ടിയത് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത് കിട്ടാനുണ്ടായ സാഹചര്യം ഇതായിരുന്നു. സോ അങ്ങനെ ഓക്കെ. സോ അപ്പം സുജാത ഷെയർ ചെയ്തത് എല്ലാവരും കേട്ടല്ലോ. കാരണം ഇംഗ്ലീഷ് അത് മസ്റ്റ് തന്നെയാണ്. ഞങ്ങൾക്കൊക്കെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഫുൾ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ആയിരുന്നു. സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇറ്റ് ഹെൽപ് us എ വെരി ലോട്ട്. ശരിക്കും നല്ല പോലെ ഹെൽപ്പ് ചെയ്തു. നമ്മൾ കോൺഷ്യസ് ആവുമായിരുന്നു ആദ്യമൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ. പിന്നെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ അതിങ്ങനെ അങ്ങനെ ഫ്ലോ പോലെ വന്നുകൊണ്ട് വരും. എന്താ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അതിങ്ങനെ നല്ല ഫ്ലോയിൽ വരും. കഴിഞ്ഞ ക്ലാസ്സില് ഒരു കുട്ടി, കഴിഞ്ഞ ക്ലാസ്സിലല്ല വേറൊരു ബാച്ചില് എങ്ങനെ ഒന്നും എഴുതാറില്ല, വായിക്കാറില്ല. അപ്പൊ എങ്ങനെ സ്വന്തമായിട്ട് റൈംസ് എഴുതും, സ്റ്റോറി എഴുതും, ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അത് കഴിഞ്ഞൊരു ഞാൻ പറഞ്ഞു അത് വന്നോളും, നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ 2-3 ക്ലാസ്സസ് കഴിഞ്ഞപ്പോ ആ കുട്ടി പറയാം എവിടെ നിന്നൊക്കെയാ ഐഡിയാസ് വരുന്നതെന്ന് അറിയില്ലാന്ന്, അതുപോലെ തന്നെ എഴുതാൻ പറ്റുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ സെൽഫ് കൺസെപ്റ്റ്, നമ്മുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട് ഒക്കെ കൂടും. ഐ ക്യാൻ ഡു ദിസ് എന്നുള്ളൊരു ഫീല് വരുമ്പോഴേക്കും ആർക്കാണെങ്കിലും ഒരു സന്തോഷം തോന്നില്ലേ. നമ്മളുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പോസിറ്റീവ്നെസ് ആയിട്ടുള്ള അഹങ്കാരം കേട്ടോ. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളൊരു ഫീല് വരും. ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഓക്കെ, ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും വിഷമോ പരാതിയോ ഉണ്ടെങ്കിൽ ഐ എം വെരി സോറി. നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ,
സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഫസ്റ്റ് ബാച്ച് നെക്സ്റ്റ് വെനസ്ഡേ പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നുണ്ട്. മാം അപ്പൊ വരുമോ? എന്തോ മാം അപ്പൊ ഞങ്ങളും വരേണ്ടി വരുമോ അതുപോലെ? വരേണ്ടി വരും വെച്ചാൽ അവരുടെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് നേരിട്ട് വന്നത് ചെയ്യണം എന്ന്. കാരണം ഓൺലൈനിൽ കാണുമ്പോൾ അതിൻ്റെതായ പല ലിമിറ്റേഷൻസും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ വന്നോട്ടെ എന്ന് അവർ ചോദിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ അതിനെ വെൽക്കം ചെയ്തു, വാം വെൽക്കം തന്നെ ചെയ്തു. എല്ലാവരും ഒന്നും വരുന്നില്ല, ഒത്തിരി ദൂരെയുള്ളവർക്കും പല പേഴ്സണൽ ഡിഫിക്കൽട്ടീസ് ഉള്ളവരൊന്നും ദേ ആർ നോട്ട് കമ്മിങ്. ബട്ട് ഓൺലൈനിൽ എന്തായാലും എല്ലാം കാണിക്കും. സിമിലർലി നമ്മൾ ഗ്രൗണ്ട് ലെവലിലേക്ക് വരുമ്പോൾ ഓഫ്ലൈനിലേക്ക് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡയറക്റ്റ് വരുമ്പോഴേക്കും അതിനൊരു വ്യത്യാസം ഉണ്ടല്ലോ നേരിട്ടാവുമ്പോൾ. ദാറ്റ് യു ക്യാൻ ഡിസൈഡ്. നമ്മളത് കമ്പൽസറി എന്നോ പറ്റില്ല എന്നോ പറയില്ല. വരുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. സോ നമ്മളെ റെക്കോർഡ് റൈറ്റിംഗ് എവിടം വരെ ആയിരുന്നു? ഒരു ഓർമ്മ കിട്ടുന്നില്ല. മരിയ മോണ്ടിസോറി വരെ എഴുതി നിർത്തിയത്. നിങ്ങൾക്ക് മറിയ മോണ്ടിസോറിയെ കുറിച്ച് കൂടുതൽ എഴുതണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് മോർ പോയിന്റ്സ്. അതുപോലെ തന്നെ അവരുടെ പിക്ചർ പേസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പിക്ചർ പേസ്റ്റ് ചെയ്യാം. ഷെറിൻ, കാലിന്റെ പെയിനൊക്കെ എങ്ങനെയുണ്ട്? കുറവുണ്ട് മാം. ഇന്നലെ ഡോക്ടറെ അടുത്തേക്ക് പോയിരുന്നു. അപ്പൊ പതുക്കെ വോക്കർ മാറ്റി പതുക്കെ നടന്നു തുടങ്ങിക്കോന്നാ പറഞ്ഞത്. പെയിൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, പെയിൻ ഇപ്പോഴും ഉണ്ട്. അത് പയ്യെ പയ്യെ മാറുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു 10 ദിവസത്തേക്ക്. ഫുഡ് കൺട്രോൾ അതൊക്കെയോ? അത് പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പ് കയറാൻ പാടില്ല, വെയിറ്റ് എടുക്കാൻ പാടില്ല, അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റ് ഒക്കെ ചെയ്യുക, നല്ലത്. കാരണം നമുക്ക് ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ. സോ കറക്റ്റ് ടൈമിൽ റെസ്റ്റും ഫുഡ് കൺട്രോൾ ഒക്കെ. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നല്ലതാണെന്ന് തോന്നുന്നു. ലൈക്ക് നമ്മൾ പെരുന്നാളിനൊക്കെ ഇതിന്റെ സമയത്തൊക്കെ ഉള്ള ആ നോമ്പിന്റെ ഏതാണ്ട് ഓൾമോസ്റ്റ് സിമിലർ ആ ഒരു രീതിയിലുള്ള ഒരു ഫാസ്റ്റിംഗ് ആയിരിക്കും. മോർണിംഗ് 7 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട് 3 o'clock വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. കാർബ് കുറയ്ക്കുക. ഞാൻ അത് ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ ചെയ്തിട്ടില്ല. എനിക്കൊരു ഡോക്ടർ, ഒരു ഹോമിയോ ഡോക്ടർ പറഞ്ഞു തന്നത്, ഒരു ഫ്രണ്ട് ഉസ്മാൻ എന്ന് പറഞ്ഞ ഡോക്ടറെ പറഞ്ഞു തന്നത്. സോ ഡോക്ടർ അങ്ങനെ പറഞ്ഞു 3 o'clock വരെ കഴിക്കാം. ആഫ്റ്റർ 3 o'clock വെള്ളം മാത്രം. അപ്പോൾ ഒരു 1 month ഒക്കെ കഴിയുമ്പോഴേക്കും യെസ് ഐ ആം ഫോളോയിങ് സുജാത ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. സോ നമ്മൾക്ക് നല്ലൊരു വ്യത്യാസം വരുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. 1 month കഴിയുമ്പോഴേക്കും റിസൾട്ട് നല്ലതായിരിക്കും എന്നാ പറയുന്നത്. പെട്ടെന്നൊരു റിസൾട്ട് ഇല്ല, പക്ഷെ ആഫ്റ്റർ 1 month കറക്റ്റ് ആ ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ ഒക്കെ മാറും. ആ ഒരു പെരുന്നാളിനൊക്കെ വേണ്ടിയിട്ട് നോമ്പെടുക്കുന്ന അതേ ആ ഒരു സ്റ്റൈൽ ഓഫ് ഫാസ്റ്റിംഗ് തന്നെയാണ് ഇതും. നല്ല റിസൾട്ട് തന്നെയാണ്. യെസ് മാം, ഇറ്റ്സ് വെരി ഗുഡ് ഫോർ അവർ ഹെൽത്ത്. ഐ ലോസ്റ്റ് 18 kg ത്രൂ ദിസ് മെത്തേഡ്. യെസ്. സോ ഞാനും സ്റ്റാർട്ട് ചെയ്യാം വിചാരിക്കണോ. നമുക്കങ്ങനെ ലൈക്ക് ഈ ചില ഫുഡ് എനിക്ക് പ്രത്യേകിച്ച് വെജ് ഫുഡാണ് കൂടുതൽ ഇഷ്ടം. ലൈക്ക് നമ്മളുടെ നാടൻ ചോറ് കറികളൊക്കെ ഇല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. സദ്യയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നോൺ കഴിക്കും, പക്ഷെ എന്ന് വെച്ചിട്ട് അത് വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഈ സദ്യ, ചോറ്, കറികൾ അതൊക്കെ ഭയങ്കര ഒഴിവാക്കാൻ പറ്റുന്നത്. 40+ ആയില്ല, ഇനിയിപ്പോ അതൊക്കെ കൺട്രോൾ ചെയ്തല്ലേ പറ്റും. മധുരം വാങ്ങിച്ച് കഴിക്കലൊന്നുമില്ല, ബട്ട് കിട്ടിയാൽ കഴിക്കും, അത്രയേ ഉള്ളൂ. സോ എനിവേ ഞാനും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ മറിയ മോണ്ടിസോറിയെ കുറിച്ചാണ് എഴുതിയിരുന്നത്. സോ ഇറ്റ് ഇസ് ലൈക്ക് യു ക്യാൻ ആഡ് മോർ പോയിന്റ്സ് ആൻഡ് യു ക്യാൻ പേസ്റ്റ് എ ഫോട്ടോ ഓഫ് മറിയ മോണ്ടിസോറി. അത് ഞാൻ കൂടുതൽ പറയാത്തതിന് കാരണം we had done already one assignment, the 10 questions assignment. In that we have to write about famous teachers, right? In that one is Maria Montessori. അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ബുക്കിൽ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ബട്ട് നിങ്ങൾക്ക് തോന്നുവാണ് എനിക്ക് കുറച്ചുകൂടെ എഴുതണം എന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, 7 years ബാക്ക് ആണ് എൻ്റെ റെക്കോർഡ്. സോ നിറയെ മിസ്റ്റേക്കുകൾ ഉണ്ട്. ലൈക്ക് കണ്ടന്റ് ആണ്
സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും ഗ്രാമർ മിസ്റ്റേക്കുകളും നിറയെ കാണും. ഞങ്ങൾ ക്ലാസ് റൂമിൽ നിലത്തിരുന്നാണ് എഴുതിയിരുന്നത്. മാം അത് റീഡ് ചെയ്യും. ഞങ്ങൾ എന്താണോ കേൾക്കുന്നത് അതാണ് എഴുതി വെക്കുന്നത് സ്പീഡിൽ. ചിലപ്പോൾ ഷോർട്ട് ഫോമിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്ലാസ്സിലിരുന്ന് ഞാൻ തന്നെ പറഞ്ഞു തരുന്നത്. അത് മാത്രമല്ല അതിന്റെ കൂടെ കറസ്പോണ്ടിങ് മെറ്റീരിയൽസ് നമുക്ക് ഫെമറൈസ് ചെയ്യണമല്ലോ. അപ്പൊ നിങ്ങൾ എന്റെ ആ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് ക്ഷമിച്ച് ഞാൻ കറക്റ്റ് ചെയ്ത് തരും. നിങ്ങൾക്കും കറക്റ്റ് ചെയ്യാം, അത് എഴുതുക. പിന്നെ അതുപോലെ ചില മെറ്റീരിയൽസിന്റെ ഡിസൈൻ ഇപ്പൊ മാറിയിട്ടുണ്ട്, അപ്ഡേറ്റഡ് വേർഷൻസ് ആയിട്ടുണ്ട്. നമ്മള് മറിയ മോണ്ടിസോറിയുടെ ആ ലെസൺ പഠിക്കുമ്പോ തന്നെ പറയുന്നുണ്ട്, മോണ്ടിസോറി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പല പല ഇൻസിഡൻസ് വന്നപ്പോൾ മോണ്ടിസോറി മെത്തേഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽസിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഓരോരോ വർഷം കഴിയുന്നതോറും മെറ്റീരിയൽസ് അപ്ഡേറ്റഡ് ആയി വന്നിട്ടുണ്ട്, പുതിയ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ജനറലി റെക്കോർഡ് ബുക്കിൽ നിന്ന് ചെയ്യാം. പിന്നെ നിങ്ങളുടെ മോഡ്യൂൾ 3 കുറേ ഡേറ്റാസ് ഉണ്ട്, അത് കുറേശ്ശെ വീട്ടിലിരുന്ന് വായിക്കണം. നമുക്ക് പാരലലി ഈ റെക്കോർഡ് റൈറ്റിങ്ങും മെറ്റീരിയലിന്റെ ഫെമിലറൈസേഷനും മോഡ്യൂൾ 3 ആ ഭാഗങ്ങളും കൂടെ നമുക്ക് റീഡ് ചെയ്ത് പോകാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്നില്ല. ഫസ്റ്റ് ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് മോഡ്യൂൾ 3 ഇതിലില്ലാത്ത കണ്ടന്റ്സ് നമുക്ക് നോക്കി പോവാം. ഓക്കെ, അശ്വിനി മിസ് ഓൾറെഡി അതിൽ നിന്ന് നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. മാം പ്രാക്ടിക്കൽ ഏരിയയും ലാംഗ്വേജ് ഏരിയയും കൾച്ചറൽ ഏരിയയും മാം എടുക്കും. സെൻസോറിയൽ ഏരിയയും നമുക്ക് 5 ഏരിയ ആണുള്ളത്. സെൻസോറിയൽ ഏരിയയും മാത്തമാറ്റിക്കൽ ഏരിയയും ഞാനായിരിക്കും ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചാണ് ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതില് മറിയ മോണ്ടിസോറി കഴിഞ്ഞു. നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ സ്പേസ് വിടുവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് അപ്പൊ നമ്മൾ പറഞ്ഞു 3 മെയിൻ ഏരിയ ആണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. അത് 3 ഏജൻസ്: എൻവിയോൺമെന്റ്, അപ്പാരറ്റസ്. എൻവിയോൺമെന്റിനെ കുറിച്ച് നമ്മൾ എഴുതി. അപ്പാരറ്റസ് ട്രെയിൻഡ് ടീച്ചറിന് പകരം നമ്മൾ ട്രെയിൻഡ് ഫെസിലിറ്റേറ്ററിന് കൊടുത്തു. ഈ ട്രെയിൻഡ് ഫെസിലിറ്റേറ്ററിനെ കുറിച്ച് നമ്മൾ ഈ റെക്കോർഡ് ബുക്കിൽ എഴുതുന്നില്ല, കാരണം ഓൾറെഡി നമുക്കത് നമ്മൾക്ക് പഠിക്കാനുള്ള തിയറി പാർട്ടിലുണ്ട്. ഇനി മറിയ മോണ്ടിസോറിയെ കുറിച്ച് എഴുതി. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഈ 3 ഏജൻസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, കുട്ടികൾ ആക്ടിവിറ്റി ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചാണ്. അപ്പാരറ്റസ്, അതാണ് അടുത്ത ഹെഡിങ് വരുന്നത്. നെക്സ്റ്റ് ഹെഡിങ് അപ്പാരറ്റസ്. ഞാൻ നെക്സ്റ്റ് പേജിലാണ് എഴുതിയത്. നെക്സ്റ്റ് പേജിൽ ഈ അപ്പാരറ്റസ് നെക്സ്റ്റ് പേജിൽ എഴുതുന്നതായിരിക്കും നല്ലത്. ഈ അപ്പാരറ്റസിനെ 5 ഏരിയ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ഓരോ ഏരിയ ആയിട്ട് എഴുതുമ്പോൾ അത് നമുക്ക് അതിൽ വരുന്ന മെറ്റീരിയൽസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ ചിലപ്പോൾ പേജസ് തികഞ്ഞില്ല എന്ന് വരും. അതായത് ഇപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില് 3-4 കണ്ടന്റ്സ് ഉണ്ട്, നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. ഓരോന്നും ഫ്രഷ് പേജ് എടുത്ത് എഴുതണ്ട. സെൻസോറിയൽ അപ്പാരറ്റസ് തന്നെ ഒരു 10-15 മെറ്റീരിയൽസ് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. അതിന് ഓരോന്നിനും ഓരോ പേജ് എടുക്കണ്ട. കാരണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ബുക്കിലെ പേജ് ചിലപ്പോൾ തീർന്നു പോകും. അങ്ങനെ കുറച്ച് പേരുടെ തീർന്നു എന്നൊക്കെ കേട്ടു ഫസ്റ്റ് ബാച്ചിൽ കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്, കാരണം എനിക്ക് പിന്നെ കുറച്ച് പേജേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഓരോ മെറ്റീരിയൽസും ഓരോ പേജിൽ എഴുതിയെങ്കിൽ ചിലതിന് 1-2 സെന്റൻസേ ഉള്ളൂ. അപ്പൊ നമുക്ക് വെറുതെ വേസ്റ്റ് ആവുകയാണല്ലോ പേജ്. അപ്പൊ ഓരോ മെറ്റീരിയൽസും ഓരോ പേജ് മനസ്സിലാവും. ഇത് എന്തായാലും ഫ്രഷ് പേജ് സ്റ്റാർട്ട് ചെയ്യാം അപ്പാരറ്റസ് എന്നുള്ളത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് പേജിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാല്ലേ മാം? അതെ, മെയിൻ ഹെഡിങ് ആയിട്ട് അപ്പാരറ്റസ് കൊടുക്കുക. ഈ അപ്പാരറ്റസിനെ കുറിച്ച് നമ്മൾ ഒരു ഇൻട്രോ എഴുതും. എഴുതിയിട്ട് അപ്പാരറ്റസിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അത് താഴെ എഴുതിയിട്ട് പിന്നെ നമ്മൾ ഓരോ ഏരിയയിലെ മെറ്റീരിയൽസിനെ പറ്റിയാണ് എഴുതാനും പോകുന്നത്. അപ്പൊ നമ്മളുടെ കയ്യിൽ ഉള്ള മെറ്റീരിയൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് പോകും. ഓക്കെ,
വേണ്ടത് അടുത്ത പേജിൽ എഴുതണ്ടാണ്. ഞാൻ അതിലിടയ്ക്ക് ഒന്ന് പോയി ഇതിവിടെ ഓണാക്കി വെച്ചിട്ട് ഒരു അത്യാവശ്യം വന്നപ്പോഴേ ഇത് നെക്സ്റ്റ് ആ പേജിൽ എഴുതണ്ടേണോ? എഴുതിക്കോട്ടെ, പേജിൽ വേറെ ഒന്നും എഴുതേണ്ടതാണ്. ഇല്ലല്ലോ അതിനിടയിൽ. ആ ഇല്ല അതിന്റെ ഇടയിലൊന്നുമില്ല. നെക്സ്റ്റ് ഓക്കെ, പേജ്. താങ്ക് യു മാം. അത് പോയോ പ്രസന്റേഷൻ? എനിക്ക് കാണുന്നില്ല. ആണോ, പോയോ? ഉണ്ടല്ലോ. കാണുന്നുണ്ട്. ലീവ് പറയണേ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തേക്കണേ. ഞാൻ ഇപ്പൊ ഒന്ന് വായിച്ചിട്ടില്ല. എനിക്ക് കാണുന്നില്ല കേട്ടോ, എന്തോ സംഭവിച്ചാണോ, എന്തോ കൈതട്ടി തോന്നുന്നുണ്ട്. കാണാനില്ല ഇപ്പൊ. മാമിന്റെ ഫോട്ടോ മാത്രമേ കാണുന്നുള്ളൂ പ്രസന്റേഷന്റെ അവിടെ. ഒന്നുണ്ടെങ്കിൽ ഒന്ന് ലീവ് ചെയ്തിട്ട് കയറുക, അല്ലെങ്കിൽ ഞാനൊന്ന് പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യേണ്ടി വരും. എന്താ വേണ്ടേ പറഞ്ഞു. ലീവ് ചെയ്ത് കയറി നോക്കട്ടെ കേട്ടോ. അതെ മാം, എന്തോ 5th ലൈനില് ഓക്കെ ആയി മാം. ഷെറിൻ ക്ലിയർ ആയില്ല. എന്താ പറഞ്ഞേ? അതെ, 5th ലൈനില് they are displayed within the എഴുതാ. They are yes, displayed with the reach of the hands and eyes of the child. അവിടെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ? ഇല്ല, അതെനിക്ക് ആ CH മനസ്സിലായില്ല. അത് എല്ല് പോലെ ഫീൽ ചെയ്തത്, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, വെരി സോറി. നിങ്ങൾ ഏപ്രിൽ ബാച്ച് അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ പീക്കിലേക്ക് വരികയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിരിക്കും. എഴുതുന്നതിന്റെ ഒപ്പം കേട്ടാ മതി. നമ്മൾക്ക് നമ്മളുടെ ബാച്ചിന് ഒരു മാഗസൈൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഹാൻഡ് റിട്ടൺ, പ്രിന്റ് ഒന്നും ചെയ്യണ്ട. സ്വന്തമായിട്ട് ഓരോന്ന് എഴുതിയാൽ മതിയോ മാം? കഥയോ കവിതയോ അങ്ങനെ? ട്രെയിനീസും നിങ്ങൾ ഓരോരുത്തരും അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ആ മാഗസീനിലേക്ക് കൊടുക്കാം. ഓക്കെ മാം. ഒരു മാഗസീൻ കമ്മിറ്റീനെ ഫോം ചെയ്തിട്ട് ഇപ്പൊ ചിലർക്ക് ഇംഗ്ലീഷിലായാൽ നന്നട്ടോ, റൈംസ് 4 ലൈൻസ് ഉള്ള റൈംസ് ആയാലും മതി. പിന്നെ ചെറിയ സ്റ്റോറീസ് എഴുതാം. എന്തോ ചെയ്യാന്ന് പറഞ്ഞതാ. അപ്പൊ ഒന്ന് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചോളൂ. അതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഒക്കെ ഫോം ചെയ്ത് അതിന്റെ കണ്ടന്റ്സ് ഡീറ്റെയിൽസ് ഞാൻ ക്ലാസ്സിലേക്ക് ഇട്ടേക്കും. ഹാൻഡ് റിട്ടൺ മാഗസിൻ ഫോർ ദി ബാച്ച്. ഓരോ ബാച്ചും അതിനൊരു ചീഫ് എഡിറ്ററിനെ സെലക്ട് ചെയ്യുക. പിന്നെ അതിനൊരു ലേ ഔട്ട്, മാഗസീന്റെ ഒരു ഫോമാറ്റ് ഉണ്ടാകുമല്ലോ, അപ്പൊ ലേ ഔട്ട് ചെയ്യാൻ ഇപ്പൊ ആർട്ടിസ്റ്റിക് സ്കില്ലുള്ള ആരെങ്കിലും ഒക്കെ കാണും, അവര് ചേർന്നിട്ട് അതിനൊരു ലേ ഔട്ട്, ഒരു പേര് കൊടുക്കാം. പിന്നെ അതിന്റെ കണ്ടന്റ്, ഒരു കാർട്ടൂൺ വരയ്ക്കാൻ അറിയുന്നവർ അങ്ങനെ, അല്ലാതെ ഡ്രോയിങ് ചെയ്യാവുന്നവർക്ക് അങ്ങനെ, ചെറിയ റൈംസ്, ചെറിയ കോട്സ്, സ്വന്തമായിട്ട് കോട്സ് ഇടാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ, ചെറിയ സ്റ്റോറീസ്, അങ്ങനെ അങ്ങനെ എല്ലാരും അവരവരുടെ സൈഡിൽ നിന്ന് ഓരോ കോൺട്രിബ്യൂഷൻസ്. എന്നിട്ട് നമുക്ക് ക്ലാസ് റൂമിൽ ഈ പറയുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ളവരൊക്കെ ഇൻവൈറ്റ് ചെയ്ത് മാഗസീൻ നമുക്ക് പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയാസിൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം.
നമ്മൾ മാഗസിൻ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒക്കെ കൊടുക്കാം. കഴിഞ്ഞു. അതിന്റെ താഴെ ആ അപ്പാരറ്റസിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ എഴുതി വെക്കുക. 1, 2, 3 നമ്പർ ഇട്ടിട്ട് സെയിം പേജിൽ തന്നെ. കഴിഞ്ഞില്ല മാം. കാണാൻ പറ്റില്ല ഇപ്പൊ? ഇത്രയും ഭാഗം അല്ലേ ആയിട്ടുണ്ടാവുള്ളൂ? മരിയ മോണ്ടിസോറി കഴിഞ്ഞിട്ട് ഉള്ള പേജിലാണ് ഇത് എഴുതണ്ടേ, അപ്പാരറ്റ്സിന്റെ എഴുതണ്ടേ? മരിയ മോണ്ടിസോറി കഴിഞ്ഞിട്ട് ഒരു ഫ്രഷ് പേജ് എടുക്കണം. കാരണം പുതിയ പോർഷൻ ആയിട്ടാണ്. ന്യൂ ടോപ്പിക്. അപ്പൊ അത് ആ രീതിയിൽ ഒരു ഫ്രഷ് പേജിൽ അപ്പാരറ്റസ് തുടങ്ങാം. എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എഴുതുക. താഴേക്ക് അതിനെ 5 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പാരറ്റസിനെ. അത് താഴെ 5 ഏരിയാസ് കാണാം. യു ക്യാൻ സീ ദാറ്റ് 5 ഏരിയാസ്. ഈ ഓരോ ഏരിയയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. അവിടെയാണ് മെറ്റീരിയൽസ് വരുന്നത്. നമ്മൾ അത് ഫെമിലറൈസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലീസ് റൈറ്റ്. ഇപ്പൊ ജോയിൻ ആയതുള്ളൂ? ജോയിൻ ചെയ്തെന്ന് എനിക്ക് വാപ്പാക്ക് ചോറ് കൊടുക്കാൻ ടൈം ആയിരുന്നു, അപ്പൊ പോയി. മാം ഫസ്റ്റ് വൺ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയാന്നല്ലേ? അതെ. സെൻസോറിയലിന്റെ സ്പെല്ലിംഗ് അതൊന്ന് കറക്റ്റ് ചെയ്തിട്ടേക്കൂട്ടോ സുജാത. മാം ഫോർത്ത് വൺ മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ് അങ്ങനെ എഴുതിക്കോളൂ. പ്രാക്ടിക്കലിന് എഴുതിക്കോളൂ.
കഴിഞ്ഞോ? സജ്ജന കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് പേജ് എടുത്തോട്ടെ. അടുത്ത ഞാൻ പിന്നെ എഴുതിക്കോളാം. ഞാൻ എല്ലാവരുടെയും ടൈം കളയണ്ട. ഞാൻ ആരെങ്കിലും ഇട്ട് മേടിച്ച് എഴുതിക്കോളാം, കുഴപ്പമില്ല. സ്പേസ് വിട്. നെക്സ്റ്റ് പേജ് തുടങ്ങിയിട്ട് കഴിഞ്ഞോ? വീട്ടില് അതെല്ലാം കഴിഞ്ഞോ? നെക്സ്റ്റ് പേജ് തുടങ്ങിയിട്ട് കറക്റ്റ് അങ്ങ് എഴുതിയിട്ട് ഇത് പിന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ചെയ്തോളാം. നമുക്ക് നാളെ കംപ്ലീറ്റ് ചെയ്തോ. ഓക്കെ, മുമ്പോട്ട് വെക്കോ. ശരി. നമ്മള് ഫസ്റ്റ് ഏരിയയിലേക്ക് വരികയാണ്, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. ഇത് അശ്വതി മിസ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, മാം അത് എടുക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങിയുള്ളൂ. യെസ്, നിങ്ങൾ എഴുതിക്കോളൂ. അപ്പൊ മാമിന് കുറച്ച്, കാരണം പേജ് വിട്ടിട്ട് ഞാൻ എടുക്കുന്ന ഏരിയയിലേക്ക് പോകുന്നതിലും നമ്മൾ കണ്ടിന്യൂസ് എഴുതി പോകുന്നതായിരിക്കും നല്ലത്. സോ പ്രാക്ടിക്കൽ 1 കൊടുക്കുക. നമുക്ക് 5 ഏരിയയെ കുറിച്ച് നമ്മൾ ഇനി ഓരോന്നായിട്ട് തുടങ്ങുകയാണ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. യു ക്യാൻ റിലേറ്റ് വിത്ത് അവർ പിക്ചർ. മാം നെക്സ്റ്റ് പേജിലല്ലേ മാം? നെക്സ്റ്റ് പേജിലാണ്. ഇനി അപ്പാരറ്റസിലെ ഓരോ ഏരിയ നമ്മൾ നെക്സ്റ്റ് പേജിൽ തുടങ്ങുക. ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത് മുഴുവനും നിങ്ങൾക്ക് അത് കഴിയുന്നവരെയും കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. ഓരോന്നും എഴുതണ്ട. നെക്സ്റ്റ് അടുത്തത് രണ്ടാമത്തെ ഏരിയ വരുമ്പോൾ ഫ്രഷ് പേജിലേക്ക് തുടങ്ങുക. അതും കണ്ടിന്യൂ ചെയ്യാതെ തീരുന്നവരെയും. തേർഡ് വൺ ഫ്രഷ് പേജ്, അത് തീരുന്നവരെയും കണ്ടിന്യൂ ചെയ്യുക. ആ ഒരു രീതിയിൽ പോയാൽ മതി. അപ്പോൾ തികയും. റെക്കോർഡ് പേജ് കുഴപ്പമുണ്ടാവില്ല. ഇതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാം എന്തായാലും എടുക്കും. കെയർ ഓഫ് പേഴ്സൺ, കെയർ ഓഫ് എൻവയോൺമെന്റ്, ഗ്രേസ് ആൻഡ് കട്സി. ആ ഒരു രീതിയിലാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ വരുന്നത്. ഇവിടെ കുട്ടികൾ ശരിക്കും ഈ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ അവർ പഠിക്കും. അവരിൽ ഓർഡർ ഫോം ചെയ്യും, ഡിസിപ്ലിൻ ഫോം ചെയ്യും. ഇവിടെയാണ് അവര് വാട്ടർ പോറിങ്, കണ്ടെയ്നറിലേക്ക് പൾസസ് ഫില്ല് ചെയ്ത് വെക്കുക, അങ്ങനെ കുറെ നമ്മൾ കിച്ചണിൽ നമ്മൾ അവരെ കൊണ്ട് ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യിക്കില്ലേ? മോപ്പ് ചെയ്യുക, കഴുകി വെച്ച പാത്രം കൊണ്ടുപോയി അത് വയ്ക്കേണ്ട സ്ഥലത്ത് ശരിയായി വെക്കുക, വെള്ളം നിറയ്ക്കുക ജഗ്ഗില്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നത്. അപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ഒരു കുട്ടിയെ ഒരു ജഗ്ഗിലേക്ക് വെള്ളം, വാട്ടർ പോറിങ്, ജസ്റ്റ് ഇമാജിൻ വി ആർ ഡൂയിങ് വാട്ടർ പോറിങ്. സോ നമ്മൾ അതൊരു കുട്ടിയെ ഏൽപ്പിക്കും. സെയിം ടാസ്ക് തന്നെ കുട്ടിയെയും ഏൽപ്പിക്കുന്നു, ഒരു അഡൾട്ടിനെയും ഏൽപ്പിക്കുന്നു. വാട്ട് വിൽ ബി ദി ഡിഫറൻസ്? നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന ഡിഫറൻസസ് എന്തൊക്കെയായിരിക്കും? എഴുതുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞങ്ങ് പോവാന്ന് വെച്ചിട്ട്. വാട്ടർ പോറിംഗ് ആണ്. നമ്മൾ കുടിക്കേണ്ട ജഗ്ഗിലേക്ക് വെള്ളം ഫില്ല് ചെയ്യണം. നമ്മളൊരു കുട്ടിയെ ഏൽപ്പിച്ചു, 4 വയസ്സുള്ള കുട്ടി എന്ന് വിചാരിച്ചു. ഒരു അഡൾട്ടിനെ ഏൽപ്പിച്ചു, 20+ അല്ലെങ്കിൽ 30 ഒക്കെയുള്ള ഒരു അഡൾട്ട്. സോ 2 പേരുടെയും രീതി എങ്ങനെയായിരിക്കും? ഹൗ ദേ വിൽ റിയാക്ട്, ഹൗ ദേ വിൽ ഡു ദ ആക്ടിവിറ്റി. കുട്ടികൾ പെർഫെക്ഷൻ നോക്കും. വലിയവര് ഡയറക്റ്റ് തോൽക്കുവരും. എത്ര ക്വാണ്ടിറ്റി അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ എത്ര സമയം കൊണ്ട് അവർക്ക് അത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒക്കെ ഒബ്സർവ് ചെയ്യും. ഓക്കെ, എനിക്ക് തോന്നുന്നു സജ്ജന, ഞാൻ പ്രീവിയസ് പേജ് വെക്കുകയാണെങ്കിൽ സജ്ജനയ്ക്ക് ഇത് കേട്ടോണ്ട് എഴുതാം. അപ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് വരാൻ തോന്നും. കാരണം ഇതൊരു പ്രാക്ടിക്കൽ ഏരിയ ആയതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ, ഒരു സിറ്റുവേഷൻ തന്നതാണ്. ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ വൈവ. ഓക്കെ, നിങ്ങളുടെ വൈവയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, അല്ലാതെ കറണ്ട് അഫയേഴ്സോ ജനറൽ നോളജോ ആയിരിക്കില്ല. സിറ്റുവേഷൻ തന്നിട്ട് ഹൗ യു വിൽ തിങ്ക് അബൌട്ട് ദാറ്റ്, നിങ്ങളുടെ തോട്ട് പ്രോസസ് എന്താണ്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണ്, നിങ്ങളുടെ കാഴ്ചപ്പാട്, വാട്ട് വിൽ ബി യുവർ വ്യൂ പോയിന്റ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് എത്ര ജനറൽ നോളജ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബോട്ടിൽ ഫില്ല് ചെയ്യാനായിട്ട് കുട്ടിക്ക് കൊടുക്കുന്നു, ഒരു അഡൾട്ടിന് കൊടുക്കുന്നു. കുട്ടിക്ക് 4 years ആണെന്ന് വിചാരിക്കുക, അഡൾട്ട് 20+ or 30, വട്ട് എവർ ഇറ്റ്. സോ ഹൂ വിൽ എൻജോയ് ദ പ്രോസസ്? ആ ചെയ്യുന്ന ആക്ടിവിറ്റി എൻജോയ് ചെയ്യുന്ന ആരായിരിക്കും? എൻജോയ് ചെയ്യാം. കുട്ടി എൻജോയ് ചെയ്യൂലേ? എൻജോയ് ചെയ്യും. അഡൾട്ടിന്റെ ലക്ഷ്യം എന്താ? എത്രയും
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ അവൻ അത് റിപ്പീറ്റ് ചെയ്ത് അത് പെർഫെക്റ്റ് ആവുന്നത് വരെ അവൻ അത് ചെയ്തുകൊണ്ടിരിക്കും. എന്നാലേ അവൻ അത് നിർത്തുള്ളൂ. അതെ, ദർ ഇസ് എ ചാൻസ് ഓഫ് വാട്ടർ സ്പില്ലേജ് അല്ലെ, വെള്ളം പുറത്തേക്ക് തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നമ്മളുടെ ഒബ്സർവേഷനിലാണ് കുട്ടി ഇത് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. വെള്ളം അങ്ങനെ സ്പിൽ ഔട്ട് ചെയ്യുവാണെങ്കിൽ വാട്ട് വി വിൽ ഡു? കളയാതെ ചെയ്യാൻ പറയും. ഹൗ യു വിൽ ടെൽ? വഴക്ക് പറയോ അതോ? അല്ല, ശ്രദ്ധിച്ച് ചെയ്യാൻ നമ്മൾ അവരോട് പറയും. ഓക്കെ, ഈ കുറച്ചുകൂടെ മോണ്ടിസറി കോൺസെൻട്രേറ്റ് ചെയ്യാൻ. മോണ്ടിസറി കോഴ്സിൽ വരുന്നതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ ചീത്ത പറഞ്ഞേനെ. ഇപ്പൊ നമ്മള് അതെ അതെ. കുറച്ചും കൂടി കുട്ടികളെ മനസ്സിലാക്കി തുടങ്ങി. അതെ. നേരത്തെ ആണെങ്കിൽ പറയും കളയാതെ ഒഴുക്കിന്ന് പറഞ്ഞ് നമ്മളൊന്ന് നമ്മുടെ വോയിസ് മാറും. ഞാന് രാവിലെ സ്കൂളിൽ പോവാന് തിരക്ക് പിടിക്കണ നേരത്ത് മോനോട് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞ അവൻ അവിടെ ആകെ കളയും. അപ്പൊ ഞാൻ ചീത്ത പറയും, നിന്നോട് പറഞ്ഞതിനേക്കാളും നല്ല ഞാൻ ചെയ്യായിരുന്നു പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ പറയാറില്ല, ശരിക്ക് ചെയ്യൂ പറഞ്ഞിട്ട് അതിന്റെ പാത്രമൊക്കെ എടുത്തെടുത്തിട്ട് ചെയ്യിക്കും. We have many options. We can provide a funnel. അല്ലെ, ഒരു ഫണൽ പ്രൊവൈഡ് ചെയ്യാലോ. He will be very happy. സ്പില്ലേജ് ഉണ്ടാവില്ല, അഥവാ ചെറിയ ഡ്രോപ്സ് ആയിരിക്കും പുറത്തേക്ക് പോകുന്നത്. ഫണൽ പ്രൊവൈഡ് ചെയ്ത് അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഇനി അഥവാ വെള്ളം സ്പില്ലേജ് ചെയ്താലും യു ക്യാൻ ഗീവ് ദം എ റഗ്, ഒരു എന്തെങ്കിലും ഒരു ക്ലോത്ത് കൊടുക്കാം തുടയ്ക്കാനായിട്ട്, മോപ്പ് ചെയ്യാനായിട്ട്. അവരവിടെ തുടച്ച് ക്ലീൻ ചെയ്യട്ടെ, അത് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് നല്ല നമ്മൾ ഇപ്പൊ നമ്മളൊരു കപ്പിലാണ് കൊടുക്കണേന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ ഗ്ലാസ് ആയിട്ട് കൊടുക്കാം. അപ്പൊ അവർക്ക് ഒഴിക്കുന്നതിന് ഇത്രയും കൂടിയും ഫ്ലോ ഇത്രയും കൂടിയും കറക്റ്റ് ആക്കാൻ പറ്റും. അവരുടെ അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, പക്ഷെ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ആയി വന്നിട്ടേ ഉള്ളൂ. ചെറിയ ഫിംഗേഴ്സ് ആണ്, അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ പാത്രം കൊടുത്തിട്ട് അത് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. മേ ബി ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു അഡൾട്ട് പെട്ടെന്ന് ഫില്ല് ചെയ്യായിരിക്കും, കുട്ടി ചെയ്യുമ്പോൾ ടൈം എടുക്കും. അഡൾട്ട് എൻഡ് റിസൾട്ടേ നോക്കുന്നുള്ളൂ, പണി എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോവുക. പക്ഷെ കുട്ടി അത് ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നു. വെള്ളം പുറത്ത് വീണുള്ള അത് തുടച്ച് ക്ലീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫണൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ നല്ല സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഭയങ്കര ഒബ്സർവേഷനും കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇതാണ് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. സിമിലർലി നമുക്ക് പൾസസ്, കടല കണ്ടെയ്നറിലേക്ക് ഇടാം. അതുപോലെ തന്നെ എന്ത് പൾസസ് ആണെങ്കിലും, പയറോ കടലയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇടാം. ഇതിങ്ങനെ ഭയങ്കര ഫോഴ്സിൽ വന്ന് വീഴുമ്പോ കൊച്ചു അടപ്പ് വെച്ചിട്ട് ഒഴിക്കാൻ നോക്കുന്നു ഹരിലക്ഷ്മി ദേവി. ഓക്കെ, അപ്പൊ കടലയൊക്കെ ആകുമ്പോൾ ഒന്നോ രണ്ടോ കടലയൊക്കെ ചിലപ്പോ ആ വീഴുന്ന ഇതില് ഇങ്ങനെ തെറിച്ച് പുറത്തേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ കുട്ടികൾക്ക് അത് ഇത് ഫില്ല് ചെയ്യാനായിട്ട്, പൾസസ് ഫില്ല് ചെയ്യാൻ കൊടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രേ വെക്കും. ആ ട്രേയിൽ ഈ പാത്രം വെച്ചിട്ടാണ് ഈ പൾസസ് അതിലേക്ക് ഇടുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ ട്രേയിലേക്കായിരിക്കും അത് തെറിച്ച് വീഴുന്നത്. അപ്പൊ കുട്ടി അതിൽ നിന്ന് പിക്ക് ചെയ്ത് കണ്ടെയ്നറിൽ വെച്ച് അങ്ങനെ ചെയ്യും. ഈ രീതിയിലാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമ്മൾ ചെയ്യുന്നത്. സോ അത് അശ്വതി മിസ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ അറിയാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഏരിയ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ്. ഇതിന്റെ മെറ്റീരിയൽസ് അശ്വതി മിസ്സിന്റെ കയ്യിലാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പൊ മാം ക്ലാസ് എടുക്കുമ്പോൾ അത് കാണിച്ചു തരും. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കെയർ ഓഫ് പേഴ്സൺ, കെയർ ഓഫ് എൻവയോൺമെന്റ്, ഗ്രേസ് ആൻഡ് കർട്സി. ഈ 3 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ജസ്റ്റ് ഒരു ബ്രീഫിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ചെറിയ പാരഗ്രാഫ് നിങ്ങളൊന്ന് എഴുതിക്കോളൂ. നിങ്ങളുടെ PDF കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ഞാനത് ഫസ്റ്റ് ബാച്ചിന് കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് എടുക്കട്ടെ, നിങ്ങളത് എഴുതിക്കോളൂ, അപ്പോഴേക്കും ഞാനത് പറഞ്ഞുതരാം. ഒന്ന് താഴേക്ക് ആക്കും, എന്തോ താഴേക്ക് ആക്കോ? മുകൾ ഭാഗം കാണില്ല. ആണോ? ഹെഡിങ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, അതിനെ ഡിവൈഡ് ചെയ്യുന്നു 3ആയിട്ട്. ആ 3 എഴുതുക. എന്നിട്ട് ജസ്റ്റ് ആ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയെ കുറിച്ച് ഒരു ചെറിയൊരു കേർട്ടസി സ്പെല്ലിങ് അതൊന്ന് കറക്റ്റ് ചെയ്ത് ചാറ്റ് ബോക്സിൽ ഇട്ടേക്കണേ.
സമയം പോലെ ഈ പ്രാക്ടിക്കലുള്ള തേർഡ് മോഡ്യൂള് നിങ്ങൾ വായിച്ചു നോക്കണം. കുറെ ആക്ടിവിറ്റീസ് ഡെമോൺസ്ട്രേഷൻ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. കാരണം അത് വലിയ കണ്ടന്റ് ആണ്. അത് മുഴുവൻ നമ്മൾ ക്ലാസ്സിൽ വായിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. മാം എന്തോ മാം ആ. മുകളിലേക്കൊന്ന് കുറച്ചും കൂടി. ഹലോ മതിയോ? ആ മതി മതി. മാം ഈ കെയർ ഓഫ് പേഴ്സൺ അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ ലീവ് ചെയ്യണോ അല്ലേ? ഞാൻ അത് ഈ ഒരു പേജിലല്ലേ ഉള്ളൂ, പേജസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ എഴുതിയേ ഉള്ളൂ. നെക്സ്റ്റ് പേജിൽ നമ്മൾ കെയർ ഓഫ് പേഴ്സൺ എന്താന്ന് എഴുതാൻ പോകുന്നുണ്ട്, ഡീറ്റെയിൽസ്. ഓക്കെ, താങ്ക് യു. വേണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങാം. ഫസ്റ്റ് ഒക്കെ എഴുതിയപ്പോഴേക്കും ഞാൻ അങ്ങനെ ചെയ്തു, പിന്നെ പേജ് തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ ഏരിയയിലുള്ള കണ്ടന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയത്. Third line, it depicts how a person can care himself എന്ന് മതിയാവും. ബി വേണ്ടി വരില്ല. ബി വേണ്ടി വരില്ല. ബി ഉണ്ടെങ്കിൽ കേർഡ് എഴുതേണ്ട വരും. അല്ലെങ്കിൽ ക്യാൻ ബി കേർഡ് എന്നാവാം, അല്ലെങ്കിൽ ക്യാൻ കെയർ എന്നാക്കാം. ബി വേണ്ട. താങ്ക്സ് ടീച്ചർ. അത് എഴുതി കഴിയുമ്പോ പറയണേ, ഒരു സെന്റൻസും കൂടെ അതിന്റെ ഒപ്പം ഒന്ന് ചേർക്കണം. മാം നേരത്തെ ഏതായിരുന്നു മാം എഴുതണ്ടെന്ന് പറഞ്ഞത്? ബി എന്നുള്ളത്, അതായത് മൂന്നാമത്തെ ലൈനിൽ ഡെപിക്ട്സ് ഹൗ എ പേഴ്സൺ ക്യാൻ കെയർ ഹിംസെൽഫ്. ബി എന്നുള്ളത് രണ്ടാമത്. താങ്ക് യു. യെസ് മാം. ഓക്കെ, ഇന്നത്തെ ഒരു സെന്റൻസും കൂടെ നിങ്ങൾ ചേർത്തോളൂ. നമ്മളുടെ PDF ഞാൻ ഒരു പോയിന്റ് എടുത്തേ ഉള്ളൂ, കുറെ അതിലുണ്ട്, അത് വായിച്ചാൽ മതി. ദ പർപ്പസ്, ചാറ്റ് ബോക്സിൽ ഏതെങ്കിലും വേർഡ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതിയേക്കാം കേട്ടോ. ദ പർപ്പസ് and aim of practical life. പ്രാക്ടിക്കൽ ലൈഫ് നമ്മുടെ എഴുതിയതിലുണ്ടല്ലോ. പ്രാക്ടിക്കൽ പർപ്പസ്, ഞാൻ ചാറ്റ് ബോക്സിൽ പർപ്പസ് എന്നുള്ള വാക്കും എയിം എന്നുള്ള വേർഡും ഇട്ടിട്ടുണ്ട്. എവരിവൺ കഴിഞ്ഞെന്ന് പറയാമോ? തുടങ്ങാമോ?
അതാ പറഞ്ഞത്. ദ പർപ്പസ് ആൻഡ് എയിം ഓഫ് practical life is to help the child apostrophe s ആണ് കുട്ടിയുടെ എന്നുള്ള മീനിങ് വരുന്നത്. ചൈൽഡ്സ് help the child's growth and development. ചാറ്റിൽ വരുന്നുണ്ട്. growth and development. Help the child's growth and development. ഒരു സെന്റൻസ് കൂടി ഉണ്ട്. ഇത് എഴുതിയല്ലോ. ദ പർപ്പസ് ആൻഡ് എയിം ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് ഈസ് ടു ഹെൽപ്പ് ദി ചൈൽഡ്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സുജാത അത് ഫുൾ സെന്റൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് ഈ ഒരെണ്ണം കൂടെ അതിനകത്ത് മതി. ഇറ്റ് മീൻസ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. ഇറ്റ് helps the child to gain independence. ഒന്നുകൂടി പറയാം മാം. It helps the child to gain independence. സുജാത ചാറ്റ് ബോക്സിൽ ഫുൾ എഴുതിയിട്ടുണ്ട്. നമ്മളുടെ PDF ഉള്ളതിനെ ഒന്നുകൂടെ സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ ആ സെന്റൻസ് തന്നിരിക്കുന്നത്. ഇത്രയും മതിയോ? ഇത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അല്ലെ? കുട്ടികളുടെ ഗ്രോത്തും ഡെവലപ്മെന്റും എന്താ പറയാ, അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഗ്രോത്ത്, അവരുടെ വളർച്ചയും അവരുടെ മാനസിക വളർച്ചയും ശാരീരിക വളർച്ചയും അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആകുന്നു. തന്നെത്താനെ ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ ചെയ്യുന്നു. അതാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പേജ് ഇടട്ടെ. എഴുതാനുള്ളത് ചാറ്റ് ബോക്സിൽ സുജാത എഴുതിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. അതിന്റെ താഴെ ഒരുപാട് സ്ഥലമുണ്ട്, അവിടെ എഴുതാൻ പറ്റുമോ? എഴുതാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. ഞാൻ ഫസ്റ്റ് എഴുതിയപ്പോൾ ഞാൻ ഓരോരോ പേജിലായിട്ട് എഴുതാനായിട്ട് തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് പേജ് തീർന്നു പോകുന്നത്. ഇതൊറ്റ ഏരിയ ആണല്ലോ, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയുടെ കാര്യം തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. അടുത്ത പേജിലേക്ക് എഴുതണം എന്നില്ല കേട്ടോ. ഞാൻ തുടക്കത്തിൽ അങ്ങനെ ചെയ്തു, പിന്നെ ഞാനത് മാറ്റി. ഇത് പിക്ചേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പിക്ചേഴ്സ് ലെഫ്റ്റ് സൈഡിലാണ് ഒട്ടിക്കേണ്ടത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നോക്കൂ, കിച്ചണിലെ പോലെ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്നു. ചെറിയ ഷെൽഫാണ്, ഓപ്പൺ ഷെൽഫാണ്. എന്തുകൊണ്ടാണ്? ചൈൽഡ് സൈസ് ആണ്. കുട്ടികൾക്ക് തന്നെ വന്ന് ഇതെല്ലാം എടുക്കാനായിട്ട് പറ്റും. നിറയെ ട്രേ ഉണ്ടാവും, കണ്ടെയ്നേഴ്സ് ഉണ്ടാകും, ചെറിയ ചെറിയ പാത്രങ്ങൾ ഉണ്ടാവും, ടംബ്ലേഴ്സ് ഉണ്ടാവും, ഗ്ലാസസ് ഉണ്ടാകും. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടുള്ളതായിരിക്കും കൂടുതലും. പ്ലാസ്റ്റിക് വളരെ റെയർ ആണ്. മോണ്ടിസോറി സ്കൂളുകളിൽ പ്ലാസ്റ്റിക് ഉണ്ടാകാറില്ലേ. മാം, ഇത് ആ പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറഞ്ഞ എഴുതുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കാനുള്ളതല്ലേ? ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയല്ല. അപ്പൊ നിങ്ങൾക്ക് പിക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഒട്ടിച്ചു വെച്ചാൽ മതി.
ഇനി നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ ഫസ്റ്റ് പാർട്ട് കെയർ ഓഫ് പേഴ്സൺ. ഇത് മേ ബി കുറെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എഴുതി തുടങ്ങിക്കോളൂ, നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ. മാം ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതണോ അതോ നെക്സ്റ്റ് പേജ് വേണോ? എഴുതിക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ ഇനീഷ്യലി ഞാൻ നെക്സ്റ്റ് പേജ് എഴുതിപ്പോയപ്പോ എനിക്ക് തോന്നി പേജ് പെട്ടെന്ന് തീർന്നു പോകും എന്ന് തോന്നി. അങ്ങനെ ഞാൻ എല്ലാ ഏരിയയും ഒരുമിച്ചാണ് എഴുതിയത്. പേജ് അവസാനം വരുമ്പോൾ നമുക്ക് പേജസ് വേണ്ടി വരും. കാരണം സെൻസോറിയൽ ഏരിയ തന്നെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഏരിയയിലും കുറേ കാര്യങ്ങളുണ്ട്, അറ്റ്ലീസ്റ്റ് കുറച്ചധികം ഉണ്ട്. ഏറ്റവും കൂടുതൽ സെൻസോറിയൽ ഏരിയ. അപ്പൊ നമുക്ക് ചിലപ്പോൾ പേജ് തികയാതെ വന്നാലേ, അങ്ങനെ തികയാതെ വന്നപ്പോ ഞാൻ ഒട്ടിക്കുന്നതൊക്കെ റൈറ്റ് സൈഡിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ടും സ്പേസ് തികയാതെ ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ആദ്യം തന്നെ എഴുതിക്കോളൂ. ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതിയാലും പ്രോബ്ലം ഇല്ല. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില് കുട്ടികളെ ഓരോന്നും ചെയ്യിക്കുന്ന കൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമ്മൾ കെയർ ഓഫ് പേഴ്സണിൽ കാണുന്നത്. മാം ആ ഫസ്റ്റ് ലൈനിൽ എന്തോ ഒരു ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയിരുന്നു. ഹി ഓർ ഷീ കുഡ് ബി വേണോ? ഏബിൾ ടു ടേക്കിംഗ് കെയർ ഓഫ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. കുഡ് ബി ഉണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു, റൈറ്റ്? അതേപോലെ ടേക്കിംഗ് വേണ്ട, ടേക്ക് കെയർ മതി. യെസ്, കറക്റ്റ് ചെയ്തോളൂ. എന്നിട്ട് അതൊന്ന് ചാറ്റ് ബോക്സിൽ ഇടുക. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് എഴുതുവാണെങ്കിൽ he or she could be able to take care of himself. ഞങ്ങള് നേരത്തെ എഴുതി മാം, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് വലിയ വശമില്ലാത്തോണ്ടേ അങ്ങനെ എഴുതി. കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 7 years ബാക്ക് എന്ന് പറഞ്ഞ എന്റെ ലാംഗ്വേജ് അത്രയൊന്നും വളരെ മോശം തന്നെയായിരുന്നു. കാരണം ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നതിന് ശേഷം നമ്മൾ ചെന്ന് പഠിക്കുവാണല്ലോ. ബട്ട് ആഫ്റ്റർ ദാറ്റ് അത് ഒരു കോൺഫിഡൻസ് ആയി. നമുക്ക് കറക്റ്റ് ചെയ്യാനും മടിയില്ല, തെറ്റ് സമ്മതിക്കാനും മടിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഒക്കെ പോയി. ഇത് കുറെ വായിച്ചൊക്കെ വന്നപ്പോഴേക്കും പിന്നെ വായനയ്ക്കൊക്കെ സമയം കണ്ടെത്തി, അതൊക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സിലായി, കുറെ എഴുതാൻ തുടങ്ങി. ലാംഗ്വേജിലെ വ്യത്യാസം. സൈസ് കൂടുതലായതുകൊണ്ടും മിസ്റ്റേക്ക് ഉള്ളതും കൊണ്ടാണ് ഞാൻ ക്ലാസ് റൂമിലൊന്നും ഷെയർ ചെയ്യാത്ത. ഇരുന്ന് തന്നെ നിങ്ങൾ തന്നെ കുറെ മിസ്റ്റേക്സ് കണ്ടുപിടിച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. കൺട്രോൾ ഓഫ് എറർ. ഇവിടെ ഈ വരുന്ന സെന്റൻസുകളിലൊക്കെ എന്തൊക്കെയൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് ഹി വിൽ ഗോ, ഹി ഓർ ഷീ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇത് ഈ ഒരു കെയർ ഓഫ് പേഴ്സൺ ഇത്രയുണ്ട്. ഇത് മുഴുവൻ എഴുതണോ അതോ മൈൻഡ് അപ്പ് ചെയ്യണോ? അപ് ടു യു, നോ പ്രോബ്ലം. മാം ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം, പ്രോബ്ലം ഇല്ല. കാരണം വെച്ചാൽ കറക്റ്റ് ചെയ്യണമല്ലോ. അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാവർക്കും ചിലപ്പോൾ കറക്റ്റ് ചെയ്യണമല്ലോ. ഞങ്ങളുടെ മോണ്ടിസോറി മെത്തേഡിൽ ഞങ്ങളുടെ ഫൗണ്ടർ ബാബ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു, അലക്സാണ്ടർ സാറ്. 1 വേൾഡ് 1 ലാംഗ്വേജ് എന്നുള്ള മെസ്സേജുമായിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ച ഒരാളായിരുന്നു. സാറിന്റെ അഭിപ്രായത്തിൽ നോ നീഡ് ഓഫ് ഗ്രാമർ എന്നുള്ള ഒരു വ്യക്തിയായിരുന്നു ആള്. അപ്പൊ എന്ന് വെച്ചാൽ സാറ് നമ്മളുടെ ടെക്സ്റ്റിലെ കണ്ടക്ട്സ് ഇതുപോലത്തെ ഇംഗ്ലീഷ് ആയിരുന്നു, നോ ഗ്രാമർ. ആ രീതിയിലായിരുന്നു ടെക്സ്റ്റിലെ കണ്ടക്ട്സ്. സംസാരിക്കാൻ മാത്രം മതി എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുമ്പോൾ ടെക്സ്റ്റിലെ കണ്ടന്റ്സും നമുക്ക് ഇങ്ങനെയുള്ള ചില മെറ്റീരിയൽസ് തരുന്നതിലൊക്കെ ഇതുപോലത്തെ ഇംഗ്ലീഷ് ആയിരുന്നു. പക്ഷെ മീനിങ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണ്ട, നമുക്ക് ക്ലാസ്സിൽ തന്നെ എഴുതാം. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. സാരമില്ല, നമുക്ക് സമയമുണ്ട്. അത് തീരും, പെട്ടെന്ന് അത് തീർന്നോളൂ. ഒരു സജഷൻ, ടേക്ക് ദ ബ്രഷ് ആൻഡ് പേസ്റ്റ് ബൈ ഹിംസെൽഫിന് പകരം വേണമെങ്കിൽ ബ്രഷ് ബൈ ഹിംസെൽഫ് എന്ന് വേണമെങ്കിൽ എഴുതാം. എഴുതാം. അപ്പൊ കുറച്ചുകൂടി ക്ലാസ്സിൽ തന്നെ എഴുതാം. കാരണം അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല സജഷൻസും കറക്ഷൻസും വരില്ലല്ലോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ. ഈവൻ നമ്മളിത് പറയുമ്പോൾ റെക്കോർഡ് ക്ലാസ് കണ്ടെഴുതുന്നവർക്കും അത് നല്ലതായിരിക്കും. അപ്പൊ അവർക്ക് നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് അതൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണമെങ്കിലും അത് നന്നായിരിക്കും. ഓക്കെ, ഷെറിന്റെ പ്രസന്റേഷൻ കാണുന്നില്ലേ?
Okay, fine. So നമുക്ക് wind up ചെയ്യാം. എന്തെങ്കിലും from your side, anything else, like sign out or anything else? എന്തായി മാം ഡ്രൈവിംഗ് പഠിച്ച് കംപ്ലീറ്റ് ആയോ? എന്താണ് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് കിട്ടി? ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയില്ല. അയ്യോ, അതാണ് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം പോണെന്ന് വിചാരിക്കണു. മിക്കവാറും 3 മണി വരെയും ക്ലാസ്സിലായിരിക്കും വീട്ടിലുള്ള ദിവസം. പിന്നെ അങ്ങ് മടി പിടിക്കും. പിന്നെ ഒന്ന് ഒരു 10 മിനിറ്റ് കിടക്കാന്ന് വിചാരിച്ച് ചില ദിവസങ്ങളിൽ അബദ്ധം ചെയ്യും. അത് ഭയങ്കര ഒരു അബദ്ധമായി പോകും. 10 മിനിറ്റ് എന്നുള്ള 1 മണിക്കൂറൊക്കെ ആയി തീരും. അപ്പൊ പിന്നെ മനസ്സിനെ കൺട്രോൾ ചെയ്ത 10 മിനിറ്റ് കിടക്കൽ ഒഴിവാക്കി വീട്ടിൽ കുറെ പണികൾ ഉണ്ടാവും. വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യണത്. നമുക്കിങ്ങനെ ഹെൽപ്പിനൊന്നും ആരുമൊന്നുമില്ല. സോ ലൈക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഈ പരിപാടി നടക്കില്ല. എന്തായാലും ചെയ്യണം. മഴയ്ക്ക് മുമ്പ് പഠിക്കണം എന്ന് വിചാരിക്കുന്നു. മഴക്കാലമായ പാടല്ലേ. പിന്നെ മോള് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോ അവളും പഠിക്കാം. അവൾക്ക് അറിയാം, 2 വീലർ ഓടിക്കാൻ അറിയാം. ലൈസൻസ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എക്സാം ഒക്കെ എഴുതാനൊക്കെ പോകണല്ലോ. അവള് വരുന്നുണ്ട്. അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് വിചാരിക്കും. മാഡത്തിന് ഒരു മോളേ ഉള്ളൂ? മോളുണ്ട്, മോനുണ്ട്. എന്റെ വീട് നോർത്ത് പറവൂരിന്ന് കുറച്ച് പോണം. കുറച്ച് മീൻസ് ഒരു 2 കിലോമീറ്റേഴ്സിനടുത്ത്. ഏർലി മോർണിംഗിന്റെ പ്രശ്നം എന്താണെന്നറിയോ? 7:30 മോൻ പോകും, 8 o'clock ഹസ്ബൻഡ് പോകും, 10:30 നമ്മുടെ ക്ലാസ്സിൽ കയറും. വെനസ്ഡേ ഫ്രൈഡേ ഞാൻ പുറത്ത് 2 സ്കൂളുകളിൽ പോകുന്ന ദിവസമാണ്. അപ്പൊ അങ്ങനെയൊക്കെ അത്. സാറ്റർഡേ സൺഡേ എന്തെങ്കിലൊക്കെ ഉണ്ടാവും. കൂട്ടുള്ളത് നല്ല മാത്രം പോയിട്ട് ലേണേഴ്സ് ഒക്കെ തന്നെയൊക്കെ എഴുതുമ്പോ മോള് കൂട്ടുണ്ടല്ലോ, ഹെൽപ്പിംഗ് ഉണ്ട്. കമ്പ്യൂട്ടറിലെ ചെയ്യണ അപ്പൊ ഡിസ്കഷൻ ഒക്കെ ചെയ്ത് എഴുതാം. ഞാൻ പക്ഷേ എന്താ പറയാ, ഇത് ലൈസൻസ് എടുക്കുന്ന പരിപാടിക്കില്ല. ഞാൻ മറ്റേ സ്കൂട്ടർ വെക്കാന്നാ വിചാരിക്കണത്. ലൈസൻസ് വേണ്ടാത്തൊരു പരിപാടി ഉണ്ടല്ലോ, ഇലക്ട്രിക് ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പൊ ലൈസൻസ് മോള് അവൾക്ക് പക്ഷെ ബുള്ളറ്റ് ഓടിക്കണം. അപ്പൊ അതുകൊണ്ട് അവൾ എന്തായാലും ലൈസൻസ് എടുത്തോട്ടെ. മറ്റേ ഇലക്ട്രിക് സ്കൂട്ടറിൽ തന്നെ ഈ ലൈസൻസ് ഉള്ള ടൈപ്പ് ഉണ്ട്, ഇല്ലാത്ത ടൈപ്പ് ഉണ്ട്. ഇല്ലാത്തതാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് അധികം ദൂരം വേണ്ട. എനിക്ക് പറവൂർ ടൗൺ വരെ ഒന്ന് പോവാ, അമ്പലത്തിൽ പോവാ, അത്രയൊക്കെ ഉള്ളൂ. ഷോപ്പിംഗ് അത്രേ ഉള്ളൂ. പ്രൊവിഷൻസ് വാങ്ങാനായിട്ട് പോവുക, അത്രയൊക്കെ ഉള്ളൂ. കാരണം ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ടൗണിൽ നിന്ന് ഞാൻ മാറി. ഞാൻ 13 years ടൗണിന്റെ സെന്ററിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ എല്ലാം എനിക്ക് നിയർ ബൈ ആയിരുന്നു. എല്ലാം ഹോസ്പിറ്റൽസ്, കുട്ടികളുടെ സ്കൂള്, തിയേറ്റർ, അമ്പലം ഒക്കെ നിയർ ബൈ ആയിരുന്നു. ഷോപ്സ് എല്ലാം ഇതാണ്, വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരു ആവശ്യത്തെ പറ്റി ചിന്തിക്കുന്നേ ഇല്ലായിരുന്നു. ബട്ട് ഇങ്ങോട്ട് മാറിയപ്പോ ടൗണിൽ നിന്ന് മാറി ഒരു ഏകദേശം ഒരു 3 കിലോമീറ്റേഴ്സിനടുത്താണ് സ്ഥലം. നന്ദിയാട്ടൂന്ന് എന്ന് പറയും. അപ്പം എനിക്കിപ്പോ ടൗണിൽ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടൗൺ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്റെ വീട്ടിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയിട്ടാണ്. നമ്മൾക്ക് ഓഫീസ് പറവൂരാണ്, അതൊരു 2 കിലോമീറ്റേഴ്സിനടുത്ത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈക്കിൾ ബാലൻസ് ഉണ്ടോ മാമിന്? ഏതാ? സൈക്കിൾ ബാലൻസ് ഉണ്ടോ ചോദിക്കാം. സൈക്കിൾ ബാലൻസ് ഇല്ല. ഞാൻ ചെറുപ്പത്തിൽ സൈക്കിൾ പഠിക്കാനായിട്ട് ട്രൈ ചെയ്തപ്പോ ഞാൻ നല്ലപോലെ ഒരു വീഴ്ച വീണു. അപ്പോഴേക്കും വീഴ്ച വീണപ്പോഴേക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതോടുകൂടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. യെസ്, 4 വഴിയിലാണ് കേട്ടോ. 4 വഴിയിൽ നിന്ന് കുറച്ച് പോണം. 4 വഴിയിൽ നിന്ന് ഒരു മേ ബി ഒരു തോന്നിയകാവ് അമ്പലം ഒക്കെ കഴിഞ്ഞിട്ടാണ്. പക്ഷെ ചിലക്ക് അറിയുവോ സ്ഥലമൊക്കെ? ഞാൻ പറവൂര് ഗേൾസിലാണ് +2 പഠിച്ചത്. ആണോ? ഓക്കെ ഓക്കെ. 4 വഴിയിൽ നിന്ന് കുറച്ചും കൂടെ പോയാൽ മതി. കുറച്ചും കൂടെ എന്ന് വെച്ചാൽ 4 വഴി ആ വൈറ്റ് സിറ്റി ഒക്കെ ഇല്ലേ, അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി. SNVയുടെ അങ്ങോട്ട് പോകണം. പാരലൽ റോഡാണ് എന്റെ. ആദർശ സ്കൂളിന്റെ അവിടെയൊക്കെ ആയിട്ടാണോ മാം? അതിന്റെ പാരലൽ ആയിട്ട് വരും. മറ്റേ കാളികുളങ്ങരയൊക്കെ പോണ വഴിയാണ്. കാളികുളങ്ങര അമ്പലത്തിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ക് സൈഡോ തെക്ക് എന്നോ അത് സൗത്ത് സൈഡോ മനസ്സിലായി. അവിടെ നിന്ന് വെളുത്താട്ടേക്കൊക്കെ പോണ വഴി. വെളുത്താട്ടേക്ക് പോണ വഴിയല്ല, നമ്മള് കാളികുളങ്ങര അമ്പലത്തിലേക്ക് പോകുന്ന വഴിയുടെ അടുത്ത റൈറ്റ്, അടുത്തതിന്റെ അടുത്ത റൈറ്റ്. അല്ല, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വഴിക്കുളങ്ങരന്ന് അങ്ങോട്ട് പോയാൽ മതി, വെയർ ഹൗസിന്റെ ആ സൈഡ്. എന്റെ വീട് അവിടെയാ, ഞാൻ പറഞ്ഞിരുന്നില്ലേ.
ഓക്കെ ഗുജറാണി ലെഫ്റ്റ് ആവുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് നേരത്തെ ആ ടൗണിന്റെ എല്ലാ ഫെസിലിറ്റിയും അനുഭവിച്ച് പെട്ടെന്ന്. പക്ഷെ ഏരിയ ഒക്കെ എനിക്ക് ഇഷ്ടമാട്ടോ. നമ്മുടെ ഒരു സത്യനന്ദിക്കാട് ടൈപ്പ് മൂവി ടൈപ്പ് സ്ഥലമാണ്. അതൊക്കെ എനിക്ക് ഇഷ്ടമായി. നല്ലൊരു പോസിറ്റീവ്നെസ്, അങ്ങനെ അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് തന്നെ സ്ഥലം വാങ്ങിയതായിരുന്നു. എല്ലാം ഒത്തു കിട്ടൂലല്ലോ മാം. മോള് +2 ആണ്, മോൻ 8th. മോളിപ്പോ സ്റ്റഡി ലീവാണ്, പോകും ഉടലൊക്കെ. ഉഷാറായിട്ട് നടക്കട്ടേന്ന്. ശരി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിക്കണം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഞാൻ ആരുടെയെങ്കിലൊക്കെ ഒരു ആക്സിഡന്റ് കേൾക്കുന്നത്. അതോടുകൂടി ഞാൻ വീട്ടിൽ ഇരിക്കും, വേറെ എന്ത് പണിയും ഞാൻ ചെയ്യും. ഇത് ഓർക്കുമ്പോ എനിക്ക് പേടിയാ. 4 വീലറിന്റെ ലൈസൻസ് ഉണ്ട്, ഞാൻ ജീപ്പൊക്കെ ഓടിച്ചിട്ടുള്ളതാ ഹൈ റേഞ്ചിലൂടെ. പക്ഷെ കുറേ നാളായി വണ്ടി എടുത്തിട്ട്. അത് കാരണം ആ ഒരു റോഡ് ഫിയർ ശരിക്കും ഉണ്ട്. ഇയേഴ്സ് ബാക്ക് കേട്ടോ. ഇപ്പൊ ഓടിക്കാൻ പറഞ്ഞാൽ എനിക്ക് പാടായിരിക്കും. എനിക്കും ഭയങ്കര പേടിയാ മാം. 3 മക്കളുണ്ട്, ഹസ്ബൻഡ് ഗൾഫിലാണ്. ദിവസവും ഓരോ സ്ഥലത്തേക്ക് പോകാനുണ്ടാവും, ദിവസവും ഓരോ കാര്യങ്ങൾക്ക് വീട്ടിലെ എല്ലാ